Theorem 7.25. Let alpha be bounded variation on AB and assume that F element R alpha on AB, then F element R alpha on every sub-interval CD of AB. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ആൽഫ ഈസ് ബൗണ്ടഡ് വേരിയേഷൻ. ബൗണ്ടഡ് വേരിയേഷൻ മീൻസ് their variation is bounded by some constant, that is sigma k equal to 1 to n mod delta alpha k. This value is finite, less than a positive number. Okay, that is bounded variation. The variation is bounded by some number. F element R alpha is given on AB. Then prove that F element R alpha on every sub-interval CD of AB. A എന്നൊരു ഇൻ്റർവൽ എടുക്കുന്നു, എ ബി എന്ന ഇൻ്റർവൽ, അതിലൊരു സബ് ഇൻ്റർവൽ സി ഡി എടുക്കുന്നു. എ ബിയിൽ എഫ് റീമാൻ ഇൻ്റർവൽ ആണെങ്കിൽ സി ഡിയിലും റീമാൻ ഇൻ്റർവൽ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഗിവൺ ദാറ്റ് ആൽഫ എ ബി ബൗണ്ടഡ് വേരിയേഷൻ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ തിയറത്തിൽ ആദ്യം നമ്മൾ ആൽഫയെ ആൻ ഇൻക്രീസിങ് ഫങ്ഷൻ എന്ന് അസ്യൂം ചെയ്യുന്നു. ആൽഫ ഇൻക്രീസിങ് എന്ന് അസ്യൂം ചെയ്യുന്നു. എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി എന്ന് അസ്യൂം ചെയ്യുന്നു. എ എക്സിലെ ഒരു പാർട്ടീഷനാണ് പി എന്ന് അസ്യൂം ചെയ്തു. എ എക്സ് എന്ന പാർട്ടീഷനിലെ റീമാൻ അപ്പർ സം റീമാൻ ലോവർ സം ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഡെൽറ്റ പി എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുക. ഒരു സിമ്പിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഡെൽറ്റ പി എക്സ്. ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് പി എന്ന പാർട്ടീഷൻ എവിടെ നിന്ന് ഇവിടം വരെ എ മുതൽ എക്സ് വരെയുള്ള ക്ലോസ്ഡ് ഇൻ്റർവൽ ഒരു പാർട്ടീഷനാണ് പി. ആ ഇൻ്റർവലിലെ റീമാൻ അപ്പർ സമ്മിനെ യു എന്നും റീമാൻ ലോവർ സമ്മിന് നമുക്കറിയാം അപ്പറും ലോവറും. ഓക്കെ, ദ ഡിഫറൻസിനെ ഡെൽറ്റ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഡെൽറ്റ പി ബി എന്തായിരിക്കും? അപ്പോൾ ഡെൽറ്റ പി ബി എന്ന് പറയുന്നത് എ ബി എന്ന ക്ലോസ്ഡ് ഇൻ്റർവലിൽ പറയുന്ന അപ്പർ സമ്മിൻ്റെയും ലോവർ സമ്മിൻ്റെയും ഡിഫറൻസാണ്. ഗിവൺ ദാറ്റ് എഫ് എലമെൻ്റ് ആർ ആൽഫ, then clearly for a given epsilon greater than 0 there exists a partition P epsilon such that U P F alpha minus L P F alpha less than epsilon. അതാണ് എൻ്റെ റീമാൻ കണ്ടീഷൻസ്. അപ്പോൾ ഗിവൺ എഫ് എലമെൻ്റ് ആർ ആൽഫ ഉണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഒരു പാർട്ടീഷൻ എടുക്കുന്നു പി എപ്സിലോൺ, എപ്സിലോണിന് കറസ്പോണ്ടിങ് പി എപ്സിലോൺ എടുക്കുന്നു. then this value delta PB is ലെസ് ദാൻ എപ്സിലോൺ. നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്ന ഡെൽറ്റ പി എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഡെൽറ്റ പി എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പ്രൂവ് ചെയ്താലിൻ്റെ മീനിങ് യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ഓൺ എ സി. എ സിയിൽ ഈ റീമാൻ്റെ ഈ രണ്ട് സമ്മിൻ്റെയും ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ പ്രൂവ് ചെയ്താൽ വി ഹാവ് എഫ് എലമെൻ്റ് ആർ ആൽഫ ഓൺ എ സി എന്ന ഇൻ്റർവലിൽ എഫ് എലമെൻ്റ് ആർ ആൽഫ ശരിയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നു. അത് ക്ലിയർലി ആണ്. കാരണം ഈ ഡെൽറ്റ പി ബി ലെസ് ദാൻ എപ്സിലോൺ നമ്മുടെ കിട്ടിക്കഴിഞ്ഞു. കാരണം ഗിവൺ ദാറ്റ് എഫ് എലമെൻ്റ് ആർ ആൽഫ നമ്മൾ എ സിയിലൊരു ഇൻ്റർവൽ ഒരു പാർട്ടീഷൻസ് കൺസിഡർ ചെയ്യുന്നു. ഈ നമ്മുടെ ഇപ്പോൾ ഡെൽറ്റ പി ബി ലെസ് ദാൻ എപ്സിലോൺ വരുന്ന ആ പാർട്ടീഷൻ അനുസരിച്ച് നമ്മൾ ഇവിടെ സി പി എപ്സിലോൺ എന്ന് അസ്യൂം ചെയ്തു. നേരത്തെ നമ്മൾ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദേർ എക്സിസ്റ്റ് എ പാർട്ടീഷൻ, ആ പാർട്ടീഷനൊരു പോയിൻ്റാണ് സി എന്ന് അസ്യൂം ചെയ്തു.
ദെൻ എ സിയിൽ ഒരു പാർട്ടീഷൻ കൺസിഡർ ചെയ്യാൻ പോകുന്നു, പി എപ്സിലോൺ ഇൻ്റർസെക്ഷൻ എ സി. നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത പി എപ്സിലോണിലെ എലമെൻറ്റ്സ് തന്നെ വരുന്ന, അത് എല്ലാ എലമെൻറ്റ്സും വേണമെന്നില്ല, എ സിയിലെ പാർട്ടീഷൻസ് എന്തൊക്കെയാണോ ആ പോയിൻറ്റും പി എപ്സിലോണൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത പി എപ്സിലോണിലെ എലമെൻറ്റ് തന്നെ വരാം, വേറെ എലമെൻറ്റ്സ് ഔട്ട്സൈഡിൽ നിന്ന് വരില്ല, ഇൻ്റർസെക്ഷൻ ആയതുകൊണ്ട്. അങ്ങനെ ഒരു പാർട്ടീഷൻ നമ്മൾ പി എപ്സിലോൺ ഡാഷ് കൺസിഡർ ചെയ്യുന്നു. പിന്നെ പി ഡാഷ് എന്ന് പറയുന്നത് പി എപ്സിലോൺ ഡാഷിന് ഫൈനർ ആകുന്ന ഒരു പാർട്ടീഷനെ പി ഡാഷ് കൺസിഡർ ചെയ്യുന്നു. പി എപ്സിലോൺ ഡാഷിലുള്ള എലമെൻറ്റ്സിനേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ളൊരു പാർട്ടീഷൻ പി ഡാഷിനെ അസ്യൂം ചെയ്തു. അപ്പോൾ പി എന്ന് പറയുന്നത് പി ഡാഷ് യൂണിയൻ പി എപ്സിലോൺ എന്ന് വേണേൽ എഴുതാം. പിയിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് പി ഡാഷിലെ എലമെൻറ്റ്സ് യൂണിയൻ പി എപ്സിലോൺ. ഓക്കെ, ആ പി എന്ന് പറഞ്ഞാൽ അതേപോലത്തെയായിരിക്കും എ ബി എന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലെ പാർട്ടീഷനാണ്. ആൻഡ് this P is clearly finer than P epsilon. അപ്പോൾ അങ്ങനെ എടുക്കാൻ കാര്യം നമ്മൾ എടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഡെൽറ്റ പി ഡാഷ് സി, ഈ ഡിഫറൻസ്, സമ്മുകളുടെ ഡിഫറൻസ്, റീമാൻ അപ്പർ സമ്മിൻ്റെയും റീമാൻ ലോവർ സമ്മിൻ്റെ ഡിഫറൻസ്, that sum contains only part of the terms in the sum defining delta PB. ഡെൽറ്റ പി ബിയിലെ കുറച്ച് ടേമുകൾ ഇതെത്രയാണോ ആ വാല്യൂ എന്ന് പറയുന്നത് അതിലെ കുറേ ആളുകളിലാണ് ഈ ഡെൽറ്റ പി ഡാഷ് സിയിലും വരുന്നത്. ആ രീതിയിലാണ് നമ്മുടെ എന്ത് ചെയ്തിരിക്കുന്നത്, പാർട്ടീഷൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡെൽറ്റ പി ഡാഷ്, ദ സം ഡിഫൈനിങ് ഡെൽറ്റ പി ഡാഷ് സി, ദിസ് സം contains only part of the terms of the sum defining delta PB. Since each term is greater than or equal to 0, then we have delta P dot C is less than or equal to delta PB. അത് ക്ലിയർ ആണ്. ഈ സം ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ പി ബിയിലെ അപ്പർ സം മൈനസ് ലോവർ സം, അതിന് ആ സമ്മിനേക്കാൾ എന്തായിരിക്കും, ലെസ് ആയിരിക്കും. നമ്മൾ എ മുതൽ സി വരെ നമ്മൾ സം ചെയ്യുന്നുള്ളൂ. പി ബി എന്ന് പറഞ്ഞാൽ എ ടു ബി ആണ്. ദെൻ ക്ലിയർലി ഡെൽറ്റ പി ഡാറ്റ് സി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ഡെൽറ്റ പി ബി. ബട്ട് ഡെൽറ്റ പി ബി ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബിക്കോസ് എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ ഓൺ എ ബി ഈസ് ഗിവൺ, therefore delta പി ബി ലെസ് ദാൻ എപ്സിലോൺ. That implies delta P dot C is less than epsilon. Delta P dot C means, then what is delta P dot C? Upper P dash FC minus lower P dash F of alpha. ഇതാണ് ഡെൽറ്റ P dot C, which is clearly less than epsilon. On AC, therefore, F element R alpha on AC. ആൽഫ ഇൻക്രീസിങ് ആണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്ത് എഫ് എലമെൻ്റ് ആർ ആൽഫ ഓൺ എ സി എന്ന് പ്രൂവ് ചെയ്തു. ഇത് നമുക്ക് എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ളൊരു പോയിൻ്റ് ഡി ആണെങ്കിലും എഫ് എലമെൻ്റ് ആർ ആൽഫ ഓൺ എ ഡി എന്നും ശരിയാണ്. എ സിക്ക് ചെയ്ത പോലെ തന്നെ എ ഡിക്കും ഇതേപോലെ നമുക്ക് സിമിലർലി പറയാൻ പറ്റും. പിന്നെ ഇൻ്റഗ്രേഷൻ്റെ റീമാൻ ഇൻ്റഗ്രലിൻ്റെ അഡിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഇൻ്റഗ്രൽ എ ടു ഡി എഫ് ഡി ആൽഫ വേണമെങ്കിൽ എ ടു സി എഫ് ഡി ആൽഫ പ്ലസ് സി ടു ഡി എഫ് ഡി ആൽഫ എന്ന് എഴുതാം. ദെൻ വാട്ട് ഈസ് സി ടു ഡി എഫ് ഡി ആൽഫ? ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ഡി എഫ് ഡി ആൽഫ മൈനസ് ഇൻ്റഗ്രൽ എ ടു സി എഫ് ഡി ആൽഫ. അപ്പോൾ നമ്മൾ കണ്ടത് ഇൻ്റഗ്രൽ എ ടു സി എഫ് ഡി ആൽഫ എക്സിസ്റ്റ് ആണ്.
അത് കഴിഞ്ഞ് നമ്മൾ അതേ സിമിലർലി പറഞ്ഞു ഇൻ്റഗ്രൽ എ ടു ഡി എഫ് ഡി ആൽഫയും എക്സിസ്റ്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തത് ഇൻ്റഗ്രൽ എ ടു സി എഫ് ഡി ആൽഫ എക്സിസ്റ്റ് എന്നാണ് പറഞ്ഞത്. എഫ് എലമെൻറ്റ് ആർ ആൽഫ ഓൺ എ സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇൻ്റഗ്രൽ എ ടു സി എഫ് ഡി ആൽഫ എക്സിസ്റ്റ്. സി കൺസിഡർ ചെയ്ത പോലെ ഡി കൺസിഡർ ചെയ്താൽ അപ്പോഴും ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ എക്സിസ്റ്റ് ആവും. അപ്പോൾ ഫസ്റ്റ് ടൈം എക്സിസ്റ്റ് ആണ്, സെക്കൻഡ് ടൈം എക്സിസ്റ്റ് ആണ്. ദെർഫോർ ഇൻ്റഗ്രൽ സി ടു ഡി എഫ് ഡി ആൽഫ ഈസ് ആൾസോ എക്സിസ്റ്റ്. ദാറ്റ് ഈസ് എഫ് എലമെൻറ്റ് ആർ ആൽഫ ഓൺ സി ഡി. സി ഡി ഈസ് എനി സബ് ഇൻ്റർവൽ ഓഫ് എ ബി. അപ്പോൾ ആൽഫ ഇൻക്രീസിങ് ആണെങ്കിൽ, ആൽഫ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് എലമെൻറ്റ് ആർ ആൽഫ ഓൺ സി ഡി വേർ സി ഡി ഈസ് എനി സബ് ഇൻ്റർവൽ ഓഫ് എ ബി. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മളിവിടെ ആൽഫ ഇൻക്രീസിങ് എന്ന കേസിൽ പ്രൂവ് ചെയ്യുന്നു. നൗ വി പ്രൂവ് ആൽഫ ഈസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ. ബൗണ്ടഡ് വേരിയേഷൻ ആകുമ്പോഴും ഈ റിസൾട്ട് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നു. ഇൻക്രീസിങ് ആകുമ്പോൾ ചെയ്ത് കഴിഞ്ഞു. നൗ വി അസ്യൂം ആൽഫ ഈസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ഓൺ എ ബി ആൻഡ് ഡിഫൈൻ വി എക്സ് ഈസ് ഈക്വൽ ടു ബി ആൽഫ എ എക്സ്. ഇതുകൊണ്ട് ഇനോട്ട് ചെയ്യുന്നത് എ എക്സ് എന്ന് പറഞ്ഞാൽ എക്ക് ഈക്വൽ അല്ല, ബി വരെ ആകാം. എക്സ് എന്ന് പറയുന്നത് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. അപ്പോൾ എ മുതൽ എ അപ് ടു എക്സ് വരെയുള്ള ആൽഫയുടെ വേരിയേഷൻസിൻ്റെ സമ്മ്, ഓരോ ഇൻ്റർവെല്ലിലും ആൽഫയുടെ വേരിയേഷൻ്റെ സമ്മിനെ അങ്ങനെയുള്ള ഓരോ സമ്മുകൾ എടുത്തിട്ട് എ മുതൽ എക്സ് വരെയുള്ള ഓരോ സം എടുത്തിട്ട് അതിൻ്റെ സുപ്രീം വാല്യൂ ആണ് ടോട്ടൽ വേരിയേഷൻ ബി ആൽഫ. ആൻഡ് ആൾസോ ഡിഫൈൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് വി ഓഫ് എ ഈക്വൽ ടു 0. ഓക്കെ, നമ്മളിനി ചെയ്യാൻ പോകുന്നത് എഫ് എലമെൻറ്റ് ആർ ആൽഫ ഓൺ സി ഡി എന്ന് വീണ്ടും പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഏതാ എഫ് ആൽഫ ബൗണ്ടഡ് വേരിയേഷൻ ആണെങ്കിൽ നമ്മളത് പ്രൂവ് ചെയ്യാൻ പോകുന്നു. ഈ വി നമ്മളവിടെ ടോട്ടൽ വേരിയേഷനിൽ കാണുന്നുണ്ടോ, വിയും വി മൈനസ് ആൽഫയും അവിടെ പഠിക്കുന്ന വി ഇൻക്രീസിങ് ഫംഗ്ഷൻ, വി മൈനസ് എഫ് ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ വേർ വി ഈസ് ദി ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ്. ടോട്ടൽ വേരിയേഷൻ വി എക്സ് എന്ന് പറയുന്നത് അവിടെ പഠിച്ചത് വി എഫ് എ എക്സ്. എ മുതൽ എക്സ് വരെയുള്ള ടോട്ടൽ വേരിയേഷനെ നമ്മൾ വി എക്സ് ഡിനോട്ട് ചെയ്യുന്നു. എന്നിട്ട് അവിടെ തിയറം പറയുന്നു വി ആൻഡ് വി മൈനസ് എഫ് ആർ ഇൻക്രീസിങ് ഫംഗ്ഷൻ. സിമിലർലി വി ആൻഡ് വി മൈനസ് എഫ് ആർ ഇൻക്രീസിങ് ഫംഗ്ഷൻസ്. ഓക്കെ, ആൻഡ് ആൾസോ ഗിവൺ എഫ് എലമെൻറ്റ് ആർ ആൽഫ ഓൺ എ ബി. Then by previous theorem, F element R alpha on AB and alpha is bounded variation, then F element RV by previous theorem, where V is the total variation, by theorem 7.24 പറയുന്നത് എഫ് എലമെൻറ്റ് ആർ ആൽഫ ഓൺ എ ബി ദെൻ എഫ് എലമെൻറ്റ് ആർ വി ഓൺ എ ബി വേർ വി ഈസ് ദി ബൗണ്ടഡ് വേരിയേഷൻ, ടോട്ടൽ വേരിയേഷൻ ഓർ ബൗണ്ടഡ് വേരിയേഷൻ ഓൺ എ ബി. അസ്യൂം ആൽഫ ഈസ് ബൗണ്ടഡ് വേരിയേഷൻ ഓൺ എ ബി ആൻഡ് എഫ് എലമെൻറ്റ് ആർ ആൽഫ ഓൺ എ ബി. Then theorem 7.24 F element RV on AB. അപ്പോൾ ആ ആർഗ്യുമെൻറ്റ്സ് കൂടെ ഉപയോഗിക്കുന്നു. ആ തിയറോടെ ഉപയോഗിക്കുമ്പോൾ എഫ് എലമെൻറ്റ് ആർ വി എന്ന് കിട്ടി. ഈ വി പറഞ്ഞ പോലെ തന്നെ നമുക്ക് എഫ് എലമെൻറ്റ് ആർ വി മൈനസ് ആൽഫ പറയാം ഓൺ എ ബി. എഫ് എലമെൻറ്റ് ആർ വി ഓൺ എ ബി സിമിലർലി F element V is increasing, similarly V minus alpha is increasing, therefore F element R V minus alpha on AB. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് എലമെൻറ്റ്
ആർ ആൽഫ ഓൺ എവരി സബ് ഇൻ്റർവൽ സി ഡി എന്ന് പ്രൂവ് ചെയ്യണം. ആൽഫ ബൗണ്ടഡ് വേരിയേഷൻ ആണെങ്കിൽ ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. എഫ് എലമെൻ്റ് ആർ ആൽഫ ഓൺ സി ഡി എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ വി ഇൻക്രീസിങ് ആണ്, എഫ് എലമെൻ്റ് ആർ ആൽഫ ഓൺ എ ബി ആണ്. വി ഇൻക്രീസിങ് ആണെങ്കിൽ വി ഈസ് ഇൻക്രീസിങ് ഫസ്റ്റ് പാർട്ട് പറയുന്നത് ഇഫ് ആൽഫ ഈസ് വി അസ്യൂം ആൽഫ ഈസ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ദെൻ എഫ് എലമെൻ്റ് ആർ ആൽഫ ഇംപ്ലൈസ് എഫ് എലമെൻ്റ് ആർ ആൽഫ ഓൺ എ ബി ഇംപ്ലൈസ് എഫ് എലമെൻ്റ് ആർ ആൽഫ ഓൺ സി ഡി. ദെൻ വാട്ട് ഈസ് സി ഡി? സി ഡി ഈസ് എനി സബ് ഇൻ്റർവൽ ഓഫ് എ ബി. ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചെയ്ത കേസ്. ആൽഫയെ ഇൻക്രീസിങ് എന്ന് പറഞ്ഞ് ചെയ്ത കേസ് ഇതാണ്. അതേപോലെ വി എന്ന് പറയുന്ന ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ദെർഫോർ എഫ് എലമെൻ്റ് ആർ ബി നമ്മളെ കിട്ടി തിയറം 7.24 വിച്ച് ഇംപ്ലൈസ് ഇത് എ ബിയിലാണെങ്കിൽ വി ഇൻക്രീസിങ് ആയതുകൊണ്ട് ഫസ്റ്റ് പാർട്ട് വെച്ച് എന്ത് പറയാം? എഫ് എലമെൻ്റ് ആർ ബി ഓൺ സി ഡി. സിമിലർലി എഫ് എലമെൻ്റ് ആർ വി മൈനസ് ആൽഫ ഓൺ എ ബി, then by first part f element r v minus alpha on cd. v minus alpha increasing ആയതുകൊണ്ട് അവിടെയും ഫസ്റ്റ് പാർട്ട് ഉപയോഗിച്ച് ഇതുപോലെ എഴുതാം. ദാറ്റ് ഈസ് എഫ് എലമെൻ്റ് ആർ വി ആൻഡ് എഫ് എലമെൻ്റ് ആർ വി മൈനസ് ആൽഫ. പിന്നെ തിയറത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എഫ് എലമെൻ്റ് ആർ ആൽഫ ആൻഡ് എഫ് എലമെൻ്റ് ആർ ബീറ്റ, ദെൻ എഫ് എലമെൻ്റ് ആർ C1 alpha plus or minus or plus C2 beta. F element R alpha and F element R beta implies F element R C1 alpha plus C2 beta. ഈ തിയറം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എഫ് എലമെൻ്റ് ആർ വി ആൻഡ് എഫ് എലമെൻ്റ് ആർ വി മൈനസ് ആൽഫ ഓൺ സി ഡി. Therefore എഫ് എലമെൻ്റ് ആർ വി C1 1 എഴുതി, C2 -1, ബീറ്റ എന്ന് പറയുന്നത് ബി മൈനസ് ആൽഫ, ആൽഫ എന്ന് പറയുന്നത് ബി എന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ദാറ്റ് ഇംപ്ലൈസ് മൈനസ് ബി പ്ലസ് ബി ക്യാൻസൽഡ്, മൈനസ് മൈനസ് പ്ലസ് ആൽഫ, ദാറ്റ് ഈസ് എഫ് എലമെൻ്റ് ആർ ആൽഫ ഓൺ സി ഡി. എഫ് എലമെൻ്റ് ആർ ആൽഫ ഓൺ സി ഡി, hence the result. Okay.